ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. ഒരു ഉണ്ണി പറഞ്ഞു. മഞ്ഞയുണ്ടാ? മഞ്ഞ മഞ്ഞപ്പ? മഞ്ഞപ്പല്ല, കുഞ്ഞപ്പ. യശോദേച്ചി ഇപ്പം പ്രസവിക്കുന്ന കുഞ്ഞക്കെല്ലാം മഞ്ഞില്ല, ചോദിച്ചു നോക്കാണ്ട്. ഇവൻ പറയുന്നത് പൈത്തറിനെ അറിയില്ലേ? അന്ന സാധനോ നമ്മളെ യശോദേച്ചിന്റെ പൈത്തറെ. ഓ പവിത്ര. അതന്നെ, പൈത്തറിന്റെ ഓള് സ്വന്തം എന്റെ സിന്ധു പ്രസവിക്കാൻ വേണ്ടി ജില്ലാ ആസ്പത്രിയിൽ പോയി കൂട്ടിട്ട്. എങ്ങനെ പവിത്രന്റെ ഓള് നിന്റെ സ്വന്തം സിന്ധുവാ? പറയും പടി പറഞ്ഞു. നാട്ടുകാർ കേൾക്കുന്നുണ്ട്, മര്യാദക്ക് പറ. പൈത്തറിന്റെ സ്വന്തം എന്റെ ഓള് സിന്ധു, പൈത്തറിന്റെ ഓള് സിന്ധു പ്രസവിക്കാൻ വേണ്ടി ജില്ലാ ആസ്പത്രിയിൽ പോയി. ഞാൻ പണിക്കുവായിരിക്കുന്നല്ലേ വിവരം വരുന്ന സിന്ധു പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈക്കോട്ടും കത്തിയാളും വലിച്ച് അടിച്ച് ഞാനൊരു പാച്ചല് വാങ്ങിന് ജില്ലാ ആസ്പത്രി. നീ പായണല്ലോ, പൈത്രം പോയിട്ടില്ലെങ്കിൽ നീ പോണം. അടുപ്പിക്കാറ് ആടി എത്തി നോക്കുമ്പോ സിന്ധു ഇങ്ങനെ ഒരു കട്ടുമ്പോ കിടത്തിട്ടുണ്ട്. എന്നെ കണ്ടൊരു നാണത്തോടെ ഒരു ചിരിയെല്ലാം ചിരിച്ച് ഞാൻ ചോദിച്ചു, എന്തുണ്ട് സിന്ധു, പ്രസവിച്ചിട്ട് നല്ല സുഖം തന്നെയല്ലേ? എന്ത് പൊട്ടനാണടാ നീ, പ്രസവിച്ചെടുക്കാൻ പോയിട്ട് സുഖല്ലേന്നാ? എന്നാ ചോദിക്കണ്ടത് എനക്കറിയില്ല. സുഖമായിട്ടാണ് ഇവര് നട്ടാരൊക്കെ വരලා ബൈരം കൊടുക്കുന്നത്. എന്തായാലും ചോദിക്കണ്ടോ നമുക്ക്? നീ ഒന്നും ചോദിക്കണ്ട, നാരങ്ങ വാങ്ങിട്ട് അങ്ങ് പോവാ. ഭാഗ്യ നാരങ്ങ ഞാൻ യശോദേച്ചിന്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞു, യശോദേച്ചി ഒന്ന് കാണിക്കപ്പാ. ഓ കുട്ടീനെ യശോദിച്ച് പറഞ്ഞ കുട്ടീനെ കാണിക്കൂല. യശോദിച്ചിക്ക് ഇപ്പൊ നിന്നോടൊരു ദേഷ്യം പറഞ്ഞു, ഇന്നലെ വരെ ഇല്ലാത്ത ദേഷ്യം യശോദിച്ച് ഇന്ന് ഇങ്ങക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ട് നല്ലടാ. കുട്ടിക്ക് മഞ്ഞായിട്ട് ചൂടാക്കാൻ പെട്ടി കൊണ്ടച്ചിട്ടുണ്ട്. എന്ത് പൊട്ടന്മാരാണടേ ഇവര്? ചൂടാക്കാൻ പെട്ടിയിലാ വെക്കുക, ചൂടാക്കാൻ ചട്ടിയിലല്ലേ വെക്കണ്ടേ? ചട്ടിയിലാണോ കുക്കറിന്റെ അകത്തോ ചെമ്പിന്റെ അകത്തോ എനിക്കറിയില്ല. ഇത് ഏടിയോ വെച്ച് ചൂടാക്കിയിട്ട് വേണം പോലും മഞ്ഞ വെളുപ്പാക്കിയിട്ട് കൊണ്ടുവരെ കുട്ടീനെ കാണിക്കുകയേ ഇല്ല. ഭയങ്കര വിഷമം തന്നെ. വിഷമെന്നാ അനക്കല്ലേ അതിന്റെ ദേഷ്യം വിഷമം. എനിക്കൊരു കുട്ടീനെ കാണാൻ പറ്റിയില്ലല്ലോ. വിഷമം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം എന്നാ അറിയാം, എനിക്ക് കൊള്ളായിട്ട്. എനിക്ക് സിന്ധൂനാ? സിന്ധൂരല്ല, വെയില് കൊള്ളായിട്ടാണ്. വെയില് കൊള്ളണ്ടേ? പണ്ടുള്ള പെണ്ണുങ്ങളെങ്ങാറ്റാണെങ്കിൽ ലുങ്കിയും ബ്ലൗസെല്ലാം ഇടുന്നോണ്ട് ഏടിയും കുറച്ച് വെയില് കൊള്ളും. ഇത് മൊത്തം തെങ്ങിന് മൊത്തലിട്ടാണ് മേസ്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഏടിയാടോ വെയില് കൊള്ളണ്ടേ? ഈ കളറ് മാറുന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം. എന്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ശശീനെ അറിയില്ലേ? ശശിയാ? പൈതല് മാഷ ശശീനെ അതന്നെ. ശശീന്റെ അവളെ പ്രസവിക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. പ്രസവെല്ലാം നോർമൽ. ശരി. അങ്ങനെ കുട്ടീനെ കുളിക്കാൻ ഇവനോട് വന്നിട്ട് നേഴ്സ് പറഞ്ഞു, കുട്ടീനെ കുളിപ്പിക്കാൻ പോയത് നീ വേഗം പോയിട്ടൊരു പിന്നെ ഒരു തുണി കുട്ടീനെ പുതപ്പിക്കാൻ ടൗണിൽ പോയിട്ട് ഒരു തുണിയും വാങ്ങിക്കൊണ്ട് നേഴ്സിന് കൊടുത്ത് കുട്ടീനെ കുളിപ്പിച്ച് പുതപ്പിച്ചിട്ട് ഇവനെ കാണിക്കുകയും ചെയ്തു. കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ പ്രശ്നമായി. നേഴ്സ് അങ്ങോട്ട് വായിന്ന്, ഡോക്ടർ ഇങ്ങോട്ട് വായിന്ന്, സുഖമില്ലാണ്ടായി. കുട്ടീന്റെ കളറ് മാറുന്നില്ല. ഞാൻ നേരത്തെ മഞ്ഞന്ന് മറ്റേ ഈ പൊട്ടം വിശ്വസിച്ചു. അത് ഇപ്പൊ എല്ലാ കുട്ടിക്കും മഞ്ഞ. ഞാൻ ഇത് മഞ്ഞല്ലടോ, ഇത് ബുളു. ഡോക്ടർ വന്നിട്ട് ബുളുവാ, നിങ്ങൾക്ക് കാര്യമായ സൂക്കേടാണ്, നമുക്ക് ഇവിടുന്ന് നോക്കാം, നിങ്ങൾ മംഗലാപുരത്തേക്ക് കയറ്റി. ഇവിടുന്ന് പറ്റാത്തല്ല പിന്നെ മംഗലാപുരത്തേക്കാണല്ലോ. അങ്ങനെ ആംബുലൻസ് വന്നില്ലേ? ഈ ആംബുലൻസ് വന്ന രീതി കുട്ടീനെയും കയറ്റിട്ട് പോകാൻ ആരൊക്കെ വേണ്ടേ? ആരുള്ള ഓളെ വെച്ചിട്ട് കിടക്കുന്ന ഓളെ അമ്മച്ചാന്ന് ക്ഷീണായിട്ട് കിടക്കും. ആടുന്നൊരു നേഴ്സ് തന്നെ മുന്നിട്ട് വന്ന് കീഞ്ഞ് കുട്ടീനെ എടുത്ത് ആംബുലൻസ് കയറ്റി. അതിന്റെ ബാക്കിൽ തന്നെ ഈ ശശിയും പാലും കയറി. ആംബുലൻസ് വിട്ടില്ലടോ. അയ്യോ 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 അയ്യോ. ആ ശശിന്റെ വായി ഒരിക്കൽ അടക്കി വെക്കാൻ വേണ്ടി പറഞ്ഞാട്ടെ. ശശി കരുന്നതല്ലേ ആംബുലൻസിന്റെ സൈറൻ. അങ്ങനെ 100 ആംബുലൻസ് മംഗലാപുരം എത്തി. ആടെ ആംബുലൻസിന്റെ ഡോറ് തുറന്നിട്ട് നേഴ്സ് കുട്ടീനെ അങ്ങ് കൊടുക്കുന്നുണ്ടിന് അടിയാ ശശിനെ മുത്തിക്ക്. എന്തോ വൃത്തിയായിട്ട് ശശി കാണിച്ചു. വൃത്തിയായിട്ട് കാണിച്ചിട്ടല്ലോ. ആടെത്തുമ്പോ നേഴ്സും കംപ്ലീറ്റ് പോന്നു. കുട്ടീന്റെ സൂക്കേട് നേഴ്സിനും പകർന്നതല്ല പൊട്ട, ആടിയാന്ന് ഇവൻ ഇർക്കീസ് കാണിച്ചു. ഇവനോട് ഒരു തുണി വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ടൗണിൽ പോയിട്ട് കുട്ടീനെ പുറപ്പിക്കേ ഇവൻ വാങ്ങിക്കൊണ്ടത് കളർ കഴിഞ്ഞ ഏതോ ലോക്കല് തുണി. അതിന്റെ കളർ കഴിഞ്ഞിട്ടാണ് കുട്ടീന്റെ കളർ മാറി. 20 ഉറുപ്പ്യ ലാഭാക്കാൻ വേണ്ടി അവൻ ഈ പണിയെടുത്ത് 20,000 ഉറുപ്പ്യ ചെലവായി കിട്ടി. പക്ഷെ 20,000 ഉറുപ്പ്യ ചെലവായാലുണ്ടല്ലോ കുട്ടിക്ക് നല്ലൊരു വൃത്തിയായിട്ട പേര് കിട്ടി, നീലകുണ്ടൻ. പലതരത്തിലുള്ള പേര് കേട്ടിട്ടുണ്ട്. കണ്ടത്തിൽ നീലയുള്ളവൻ നീലകണ്ഠൻ, കണ്ടത്തിൽ മണിയുള്ളവൻ മണികണ്ഠൻ, കണ്ടത്തിൽ വിഷമുള്ളവൻ വിഷകണ്ഠൻ. ഇത് ഏടിയോ നീലിയുള്ളവൻ. ഏടിയോ അല്ല, കുണ്ടിക്ക് നീലയായിട്ട് നീലകുണ്ടൻ. ഈ ചക്കനടിക്ക് നീലിയോ മഞ്ഞയോ ചപ്പങ്ങാറ്റുണ്ടേന്ന്